ECPSCയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LDC റാങ്ക് ലിസ്റ്റ് 14 ജില്ലകളുടെയും വന്നല്ലോ. വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് നിയമനത്തിനുള്ള പുതിയ റാങ്ക് പട്ടികയിൽ 20,589 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. മുഖ്യ പട്ടികയിൽ 9,945 പേരും സമുദായ സംവരണ ഉപപട്ടികയിൽ 10,202 പേരും ഭിന്നശേഷി സംവരണ ഉപപട്ടികയിൽ എന്ന് പറഞ്ഞാൽ DA കാറ്റഗറിയിൽ 442 പേരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 2,929 പേർ ഇത്തവണ കുറവാണ്. നേരത്തെ സാധ്യതാ പട്ടിക തയ്യാറാക്കിയപ്പോൾ തന്നെ 2,965 പേർ കുറവായിരുന്നു. 14 ജില്ലകളുടെ സാധ്യതാ പട്ടികയിൽ ആകെ 23,693 പേരാണ് ഉണ്ടായിരുന്നത്. സർട്ടിഫിക്കറ്റ് പരിശോധന കഴിഞ്ഞതോടെ ഇവരുടെ എണ്ണം 20,589 കുറഞ്ഞു. 3,000-ഓളം പേരുടെ കുറവാണ് ഉണ്ടായത്. ശരിയായ രേഖകൾ സമയത്ത് ഹാജരാക്കാത്തവരും പരിശോധനയ്ക്ക് എത്താത്തവരുമാണ് ഇവർ. 2,239 പേരുള്ള തിരുവനന്തപുരത്തിൻ്റെ റാങ്ക് പട്ടികയാണ് ഏറ്റവും വലുത്. വയനാടിൻ്റെ റാങ്ക് പട്ടികയിൽ 715 പേരേ ഉള്ളൂ. ഇതാണ് ഏറ്റവും ചെറുത്. തിരുവനന്തപുരത്തിന് പുറമെ എറണാകുളത്തും 2,000-ലേറെ പേർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വയനാടും കാസർഗോഡും ഒഴികെ മറ്റ് ജില്ലകളിലെല്ലാം 1,000-ലേറെ പേരുടെ റാങ്ക് പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഓണം കഴിഞ്ഞായിരിക്കും ഇതിൽ നിന്നുള്ള നിയമശുപാർശ ആരംഭിക്കുക. മാർക്ക് പുനഃപരിശോധനയ്ക്കും ഉത്തരക്കടലാസിൻ്റെ പകർപ്പിനും ഇപ്പോൾ അപേക്ഷിക്കാം. പ്രൊഫൈലിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. മാർക്ക് പുനഃപരിശോധനയ്ക്ക് 85 രൂപയും ഉത്തരക്കടലാസിൻ്റെ പകർപ്പിന് 335 രൂപയും ഫീസുണ്ട്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 15-നാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും മാർക്കിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊഫൈലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. മാർക്ക് പുനഃപരിശോധനയ്ക്ക് 85 രൂപയാണ്. ഉത്തരക്കടലാസിൻ്റെ പകർപ്പ് കിട്ടുന്നതിന് 335 രൂപയും ഫീസുണ്ട്. അപ്പോൾ അപേക്ഷിക്കാനുള്ളവർ ഓഗസ്റ്റ് 15-ന് മുമ്പായിട്ട് പ്രൊഫൈലിൽ കയറി അപ്ലൈ ചെയ്യുക കേട്ടോ. ഭൂരിഭാഗം പേരും കഴിഞ്ഞ തവണത്തെ LDC റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാനോ അതുപോലെ ജോലി കിട്ടാതെയൊക്കെ പോയവരായിരിക്കും ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റിൽ കയറിയേക്കുന്നത്. ഭൂരിഭാഗം പേരും എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ, അതായത് ഇപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കർശന നിർദ്ദേശത്തെ തുടർന്നിട്ട് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിന് തലേ ദിവസങ്ങളിലെ സർക്കാർ ഓഫീസുകളിൽ ഉണ്ടായിരുന്ന, അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ഒഴിവുകൾ, അവർ മൂടി വച്ചിരുന്ന ഒഴിവുകളെല്ലാം റിപ്പോർട്ട് ചെയ്യണമെന്ന് കർശന നിർദ്ദേശം വന്നു. അതിൻ്റെ ഫലമായിട്ട് എല്ലാ ഒഴിവുകളും, അതായത് അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ അഡ്വൈസിൻ്റെ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും അപ്പോയിൻമെൻറ്റോ ഓർഡറോ അഡ്വൈസോ ഒന്നും പോയിട്ടില്ല. പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര ഒഴിവുകളാണ് നിർത്തുന്നതെന്ന് ഒരു പിടിയുമില്ല. അതിൻ്റെ അപ്ഡേഷനൊന്നും സൈറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് ഈ ലിസ്റ്റിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ജൂലൈ 31-ന് ശേഷം പ്രൊമോഷൻ ആവുന്നവരുടെയൊക്കെ ഒഴിവുകളൊക്കെ വരും കേട്ടോ. അതൊക്കെ നിസ്സാര ഒഴിവുകളായിരിക്കും ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 2026-ലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന റിട്ടയർമെൻറ്റും പ്രൊമോഷനും അതിൻ്റെയൊക്കെ ഒഴിവുകളൊക്കെ ധാരാളം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് നടന്നുകൊള്ളും. നല്ലൊരു നിയമനങ്ങളൊക്കെ നടക്കും. ഇനി എത്ര അഡ്വൈസ് വന്നാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കിട്ടിയ റാങ്കിലേക്ക് എത്തപ്പെടാനാവുക, അതായത് ജോലിയിലേക്ക് എത്തപ്പെടാനാവുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ റൊട്ടേഷൻ ചാർട്ട് ഉണ്ടാക്കിയിട്ട് അറിയാൻ കഴിയും. എന്നാലും അത് 100% അറിയാൻ പറ്റില്ല. റൊട്ടേഷൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു രൂപം കിട്ടാൻ വേണ്ടി മാത്രമാണ്. അതിനും ഒരു പരിമിതികളുണ്ട്. ഈ റൊട്ടേഷൻ ചാർട്ടിൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ റിസർവേഷൻ വെച്ച് കയറിപ്പോവും, ചിലപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷൻ വെച്ച് കയറിപ്പോവും, ചിലപ്പോൾ TPO വെച്ച് കയറിപ്പോവും. TPO എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പററി പാസ്ഡ് ഓവർ എന്നാണ്.
അത് എന്താണെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഇപ്പോൾ TPA വെച്ച് കയറി പോകുമ്പോൾ അത് 50% OCBC ആ ടേണിലേക്കൊക്കെ വരും. അപ്പോൾ നമ്മളുണ്ടാക്കിയ റൊട്ടേഷൻ ചാർട്ടിൽ നിന്ന് ചില വ്യത്യാസങ്ങളൊക്കെ വരും. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പരിധി വരെ മാത്രമേ നമുക്ക് ആ റൊട്ടേഷൻ ചാർട്ടിന് കണക്കിലെടുക്കാൻ പറ്റുള്ളൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് എല്ലാനും LDC LGS റാങ്ക് ലിസ്റ്റിൽ എങ്ങനെ നമ്മൾക്ക് ഇനി ബാക്കി കാര്യങ്ങൾ റാങ്ക് ലിസ്റ്റിൽ കയറിയാൽ മാത്രം പോരല്ലോ, നമ്മൾക്ക് ജോലിയൊന്നും ആരും കൊണ്ടു തരില്ല. അപ്പോൾ നമ്മൾ ജോലി അന്വേഷിച്ചിട്ട് നമ്മൾ നടക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് റാങ്ക് ലിസ്റ്റിൽ കയറി കഴിഞ്ഞാലും. അപ്പോൾ അതിൻ്റെ ആ വീഡിയോയ്ക്ക് ഈ ചാനലിൽ തുടർന്ന് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ സമയം കിട്ടണമനുസരിച്ചിട്ട് എത്രയും വേഗം ആ കമൻറ്റിനൊക്കെ റിപ്ലൈ ചെയ്ത് തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.